ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജഗന്നാഥൻ ദീപകിനെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. അംബിക ദീപകിനെ വിടാനായി ജഗന്നാഥനോട് കേണപേക്ഷിക്കുന്നുണ്ടെങ്കിലും നീയൊക്കെ മരിച്ചാൽ മാത്രമേ പ്രതാപനും കുടുംബത്തിനും സമാധാനം കിട്ടുകയുള്ളെന്ന് പറഞ്ഞ് ജഗന്നാഥൻ ദീപകിന്റെ കഴുത്തിലെ പിടി മുറുക്കുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ദീപക് ജഗന്നാഥന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ജഗന്നാഥനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് ദീപകിനെ തള്ളിയിട്ടുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ജഗന്നാഥനെയാണ് കാണിക്കുന്നത്. തുടർന്ന് ഒരു റെയിൽവേ ക്രോസിന്റെ അടുത്തെത്തുമ്പോഴേക്കും ജഗന്നാഥന്റെ കാലിലേക്ക് വെടിവെക്കുകയാണ് ദീപക്. പെട്ടെന്ന് തന്നെ വേദനയോടെ ജഗന്നാഥൻ താഴേക്ക് വീഴുന്ന സമയത്താണ് ഒരു ട്രെയിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ട്രെയിൻ പോയതിനു ശേഷം ദീപക് നോക്കുമ്പോൾ ജഗന്നാഥൻ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. തുടർന്ന് അംബികയോട് ദീപകിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയാൾ എവിടെയെന്ന് അംബിക ചോദിക്കുമ്പോൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നെന്നും ഒരു ട്രെയിൻ വന്നു പോയ പിന്നെ കണ്ടില്ലെന്നും ദീപക് പറയുന്നു. തുടർന്ന് നിരാശയുടെ വീട്ടിലേക്ക് മടങ്ങുന്ന ദീപകിനെയും അംബികയുമാണ് കാണിക്കുന്നത്. ഇവിടെ എല്ലാവരും കിടന്നുറങ്ങിയെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബെല്ലടിക്കുകയാണ് അംബിക. തുടർന്ന് കഥക് തുറക്കുന്ന ശേഖരൻ ചോദിക്കുകയാണ്, നിങ്ങൾ അമ്മയും മോനും കൂടി ഈ പാതിരാത്രി എവിടെ പോയിരിക്കുകയായിരുന്നു? രാത്രിയാണെന്ന് കരുതി എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ സാധിക്കുമോ എന്ന് അംബിക ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് പോകണമെന്ന് ശേഖരൻ പറയുമ്പോൾ രാത്രിയാണെന്ന് കരുതി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അംബിക ദീപകിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. അതേസമയമാണ് ദീപകിന്റെ പുറകിലുള്ള തോക്ക് ശേഖരൻ ശ്രദ്ധിക്കുന്നത്. അല്ല, നിന്റെ ഇടുപ്പിൽ എന്താണെന്ന് ശേഖരൻ ചോദിക്കുമ്പോൾ ഞെട്ടലോടെ രണ്ടുപേരും ശേഖരനെ നോക്കുന്നു. നീ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രമൊന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദീപകിനെ കൂട്ടിക്കൊണ്ട് രക്ഷപ്പെട്ട് അകത്തേക്ക് പോകുന്ന അംബികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് റെയിൽവേ പാളത്തിൽ കിടന്ന് വേദന കൊണ്ട് പുളയുന്ന ജഗന്നാഥനെയാണ്. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. ശ്രീലക്ഷ്മി രാവിലെ തന്നെ രാധമ്മയെ വിളിച്ചുകൊണ്ട് ഉണ്ണിയപ്പം വേണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. തുടർന്ന് രാജുവിനോട് ഉണ്ടാക്കി തന്നാൽ കൊണ്ട് കൊടുക്കുമോ എന്ന് രാധമ്മ ചോദിക്കുമ്പോൾ ഇന്ന് ഓഫീസിൽ തിരക്കുള്ള ദിവസമാണെന്ന് രാജു പറയുന്നു. നീ പോയി എന്താണെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വേണു പറയുന്നു. തുടർന്ന് അകത്തേക്ക് പോകുന്ന രാധമ്മയാണ് കാണിക്കുന്നത്. തുടർന്ന് പ്രിയ രാധമ്മയോട് സഹായിക്കാൻ വരണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഋതികയില്ലേന്നും അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാനും ദേഷ്യത്തോടെ രാധമ്മ പറയുന്നു. തുടർന്ന് ഋതികയെ പ്രിയ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഋതിക വന്നതിന് ശേഷം പ്രിയ അകത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ ഋതികയും കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് രാധമ്മ. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. രാത്രി ഉണ്ടായ കാര്യങ്ങളെല്ലാം യാമിനോട് പറയുകയാണ് ശേഖരൻ. അതേസമയമാണ് രാജുവും അങ്ങോട്ടേക്ക് വരുന്നത്. തുടർന്ന് രാജുവിനോട് ഋതികയുടെ വിശേഷങ്ങൾ യാമിനി തിരക്കുമ്പോൾ അടുക്കള ജോലിയിലേക്ക് കയറിയിട്ടുണ്ടെന്ന് രാജു പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രതാപൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നല്ല കാര്യം തന്നെ, അവളും പാചകം പഠിക്കട്ടെ, അതാകുമ്പോൾ ഇവിടെ വരുമ്പോൾ വായ്ക്ക് രുചിയായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് പ്രതാപൻ പറയുന്നു. തുടർന്ന് രാജുവിനെ കൊണ്ട് പ്രതാപൻ അവിടുന്ന് ഇറങ്ങാനൊരുങ്ങുന്ന സമയത്താണ് ഓടിപ്പാഞ്ഞ് ദീപക് അകത്തേക്ക് വരുന്നത്. ഇത് കാണുന്ന പ്രതാപൻ ചോദിക്കുകയാണ്, നീ രാവിലെ തന്നെ ഓടിക്കിതച്ച് എവിടെ പോയിട്ട് വരികയാണ്? അത് പിന്നെ ഞാൻ ജിമ്മിൽ പോയതാണെന്ന് ദീപക് പറയുമ്പോൾ പ്രതാപൻ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അംബിക ദീപകിനോട് കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുകയാണ്. ഇതുവരെ അയാളെ പറ്റി ഒരറിവുമില്ലെന്ന് ദീപക്കും പറയുന്നു. അതേസമയമാണ് രുക്മിണി അംബികയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. മരുന്നെല്ലാം ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അംബികയെ, പക്ഷേ ഇതെങ്ങനെ കൊടുക്കുമെന്നാ എനിക്കറിയാൻ മേലാത്തതെന്ന് രുക്മിണി പറയുന്നു. കുബുദ്ധിയും കുരുട്ടുബുദ്ധിയും ഒക്കെ നിനക്കല്ലേ കൂടുതൽ, അതുകൊണ്ട് നീ തന്നെ അങ്ങ് കണ്ടുപിടിക്കുക, ഞാനല്പം തിരക്കിലാണെന്ന് പറഞ്ഞുകൊണ്ട് അംബിക കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് രുക്മിണി രാധമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അതിനുശേഷം കൊച്ചുമണിയോട് അവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെന്ന് കൂടി കൊച്ചുമണി പറയുന്നു. ഇത് തന്നെ പറ്റിയ അവസരമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ലുന്ന രുക്മിണിയാണ് കാണിക്കുന്നത്. എന്നാൽ രുക്മിണി ചെല്ലുമ്പോഴേക്കും അവര് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇത് സാധിച്ചില്ല. അതുകൊണ്ട് ഹരീഷിന്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഹരീഷിനെ വിളിക്കുന്ന രുക്മിണി ഋതിക വിഷം ചേർത്ത ഉണ്ണിയപ്പമാണ് ശ്രീലക്ഷ്മിക്ക് വേണ്ടി കൊടുത്തുവിടുന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടിലേക്ക് ഓടുന്ന ഹരീഷിനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പത്മാവതിയെയാണ്. ഡോക്ടർ പത്മാവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അത് പിന്നെ ഇന്നലെ റോഡരികിൽ നിന്നും കാലിൽ വെടിയേറ്റ നിലയിൽ എനിക്കൊരാളെ കിട്ടി. അതിന് ഡോക്ടർ എന്തിനാ എന്നെ വിളിച്ചതെന്ന് പത്മാവതി ചോദിക്കുമ്പോൾ അയാൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ലെന്നും, പക്ഷേ പണ്ട് മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ കൂടെ അയാളെ കണ്ടതുപോലെ ഒരു തോന്നൽ, ആ സംശയം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാൻ പത്മാവതിയെ വിളിപ്പിച്ചത്. അങ്ങനെ ഡോക്ടർ പത്മാവതിയും കൊണ്ട് ജഗന്നാഥന്റെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ജഗന്നാഥിനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന പത്മാവതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.